നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല മണ്ഡലത്തിൽ ആദ്യമായി ഗാബിയോൺ കേജ് സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കുമൻതോട് പാലത്തിന്റെ പാർശ്വഭിത്തി നിർമ്മാണം പൂർത്തിയാക്കി. മന്ത്രി എം ബി രാജേഷ് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ജില്ലയിൽ അട്ടപ്പാടി ചുരത്തിൽ മാത്രമാണ് ഇതിനു മുൻപ് ഗാബിയോൺ സംവിധാനം ഉപയോഗിച്ചിട്ടുള്ളത്. 2018 പ്രളയത്തിലാണ് പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 52 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കരാർ കാലാവധി 4 മാസമുണ്ടെങ്കിലും 45 ദിവസം കൊണ്ടാണ് പാർശ്വഭിത്തി നിർമ്മാണം പൂർത്തിയാക്കിയത്. വീതി കൂട്ടി നിർമ്മിക്കുന്ന കുറ്റിപ്പുറം പട്ടാമ്പി റോഡിന്റെ ഭാവി വികസനം കൂടി കണക്കാക്കിയാണ് ഇവിടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഭിത്തി നിർമ്മാണത്തിനായി നീക്കം ചെയ്തിരുന്ന റോഡിന്റെ മറ്റ് പ്രവൃത്തികൾ മഴയ്ക്ക് ശേഷം പൂർത്തിയാകും. ഇത്രയും ദിവസമായിട്ട് ഗതാഗതം പൂർണ്ണമായിട്ട് മുടങ്ങിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് പറഞ്ഞിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ വാഹനം പോകാവുന്ന നിലയിലാവും എന്ന്. അപ്പം അതിന് മുമ്പ് തന്നെ, ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ ഇപ്പതാ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. വാഹനം പോകാവുന്ന നിലയിലായിരുന്നു. ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരും. റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തി മഴ മാറിയതിന് ശേഷം തുടരും. അപ്പം അതോടുകൂടി ഇത് മികച്ച നിലവാരമുള്ള റോഡായിട്ട് മാറും. ഇപ്പോൾ ഇതുവരെയുള്ള ദുരിതത്തിന് അറുതിയായിരിക്കുകയാണ്. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്ന സാഹചര്യം പറഞ്ഞതിനേക്കാൾ നേരത്തെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുകയാണ്. KNM പട്ടാമ്പി മണ്ഡലം നവോത്ഥാന സമ്മേളനം ബുധനാഴ്ച കരുവാൻപടിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KNM പട്ടാമ്പി മണ്ഡലം തല നവോത്ഥാന സമ്മേളനവും ശാഖാ ഓഫീസ് ഉദ്ഘാടനവുമാണ് ബുധനാഴ്ച വൈകുന്നേരം 5:30 കരുവാമ്പടി റയാൻ പാലസിൽ വെച്ച് നടക്കുന്നത്. KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പട്ടാമ്പി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ജംഇയ്യത്തുൽ ഉലമ ഖജാൻജി ഈസാ മദനി ആമുഖ പ്രഭാഷണം നടത്തും. പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് സി ഹംസ അധ്യക്ഷത വഹിക്കും. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ, CPM കുളമുക്ക് ലോക്കൽ സെക്രട്ടറി KC അലി ഇക്ബാൽ, മറ്റു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും. പ്രസ്തുത മണ്ഡലം സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാന്യനായ സംസ്ഥാന സമിതിയുടെ ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ അവർ നിർവഹിക്കുന്നു. സമ്മേളനത്തിന്റെ ആമുഖ ഭാഷണം KJU സംസ്ഥാന ട്രഷറർ ജനാബ് ഈസാ മദനി നിർവഹിക്കുന്നതാണ്. ഈ സമ്മേളനത്തിൽ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, അതുപോലെ തന്നെ പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കരിയ, CPIM കുളമുക്ക് ലോക്കൽ സെക്രട്ടറി KP അലി ഇക്ബാൽ, TK ചേക്കുട്ടി, ജാസിർ രണ്ടത്താണി, ഹദിയത്തുള്ള സലഫി തുടങ്ങിയവർ സംസാരിക്കുന്നുണ്ട്. KNM പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് C ഹംസ മാസ്റ്റർ അധ്യക്ഷം വഹിക്കുന്ന ഈ സമ്മേളനത്തിൽ സെക്രട്ടറി M മുസ്തഫ മാസ്റ്റർ സ്വാഗതവും ഷംസുദ്ദീൻ മാസ്റ്റർ നന്ദിയും പറയുന്നു. ജസീർ രണ്ടത്താണി മതപ്രഭാഷണവും ഹദിയത്തുള്ള സലഫി സമാപന പ്രഭാഷണവും നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ AK ഈസ മദനി, C ഹംസ, M മുസ്തഫ, KT അൻസാർ, C ഷെരീഫ് അരമന തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഈ നവോത്ഥാനത്തിന്റെ അവകാശികൾ ഒരുപാട് പലരും അതിന്റെ അവകാശവാദമായിട്ട് വരുന്നുണ്ട്. ഇതൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ യഥാർത്ഥ നവോത്ഥാനം എന്താണ്, ആരാണ് അതിന് മുന്നിൽ നടന്നത് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് അതുകൂടി സത്യത്തിൽ ഈ നവോത്ഥാന സമ്മേളനവും ഈ നവോത്ഥാനം പ്രവാചക മാതൃക എന്ന ഈ ക്യാപ്ഷൻ്റെയൊക്കെ ഉദ്ദേശം അതുകൂടിയാണ്. അതിനോടൊപ്പം ഈ കേരള നവോത്ഥാനത്തിന് മുന്നിൽ നടന്ന ആദ്യത്തെ മത പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അതും കൂടി ഞങ്ങളുടെ ഈ സമ്മേളന പരിപാടികളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതും കൂടി അറിയിക്കുക എന്നുള്ളത്, അതിൻ്റെ ഈ സമാപന സമ്മേളനം 100ാം വാർഷിക സമ്മേളനം ഈ നവംബറിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് വളരെ വിപുലമായി നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ സമ്മേളനങ്ങൾ പല ഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതും കൂടി ഈ പരിപാടിയുടെ ഉദ്ദേശങ്ങളിൽപ്പെട്ടതാണ്.
ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര കലാകായിക സാംസ്കാരിക വേദിയുടെ 12ാമത് സെവൻസ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് തിങ്കളാഴ്ച തുടക്കമായി. യുവധാര ക്ലബ്ബ് ഒരുക്കുന്ന മത്സരത്തിൽ കേരളത്തിലെ പ്രമുഖ ടീമുകളാണ് മത്സരിക്കാൻ എത്തുന്നത്. വാർഡ് മെമ്പർ സരിത വിജയൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് ട്രഷറർ റാഫി അധ്യക്ഷനായി. ക്ലബ്ബ് സെക്രട്ടറി വിഷ്ണു, വേണു കുറുപ്പത്ത്, ബാലൻ പെരുമണ്ണൂർ, KC കുഞ്ഞൻ, CP ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് 5-ന് നടന്ന ഉദ്ഘാടന മത്സരത്തിൽ GCC ചാലിശ്ശേരിയും ORPC കേച്ചേരിയും തമ്മിൽ ഏറ്റുമുട്ടി. മത്സരത്തിന്റെ ORPC കേച്ചേരി വിജയികളായി. എല്ലാ വർഷവും യുവതാര ആർട്ട് സ്പോർട്സ് ക്ലബ്ബ് നടത്തി വരുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റ് ആ ക്ലബിന്റെ ചില ഉദ്ദേശശുദ്ധികൾ ഉണ്ടാവാം. ആ ഉദ്ദേശശുദ്ധിയിൽ നല്ല രീതിയിൽ തന്നെ നടന്ന് കാലാവസ്ഥയും അനുകൂലമായിക്കൊണ്ട് നല്ല രീതിയിൽ നടത്തി പെരുമണ്ണൂരിന്റെ ഒരു വിജയം നല്ല രീതിയിൽ നടക്കട്ടെ. കളിക്കാർക്കും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഇതിന്റെ ക്ലബ്ബ് ഭാരവാഹികൾക്കും എല്ലാവർക്കും എന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. CCTVയുടെ നേതൃത്വത്തിൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. 3 പതിറ്റാണ്ട് പിന്നിടുന്ന CCTVയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുടെ സംഗമമാണ് നടത്തിയത്. കുന്നംകുളം വ്യാപാര ഭവൻ കോൺഫറൻസ് ഹാളിൽ നടന്ന പരസ്യദാതാക്കളുടെ സംഗമം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്തിന്റെ കച്ചവട പെരുമയുടെ മറ്റൊരു അഭിമാനകരമായ സാക്ഷ്യമാണ് CCTV എന്ന കേബിൾ TV ഓപ്പറേറ്റർമാരുടെ വിജയകരമായ കൂട്ടായ്മയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഏത് മേഖലയിലെ ആദ്യമായിട്ട് ഒരു അസോസിയേഷൻ ഫോം ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുന്നംകുളമാണ്. അപ്പോൾ കുന്നംകുളത്തിന് പ്രത്യേകത ബ്ലഡ് ലൈനിലെ ഒരു ബിസിനസ്സിൻ്റെ ഒരു അംശം അവിടെ കിടക്കുന്നുണ്ട്. ആ ബ്ലഡ് ലൈനിൽ വന്നുകൊണ്ടാണ് ഈ പ്രാന്തപ്രദേശങ്ങളെല്ലാം കുന്നംകുളമായിട്ടുള്ള അറിയപ്പെടുന്നത്. ഇന്ന് പ്രാദേശിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന CCTVയുടെ ഓഫീസ്, അതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഏറ്റവും വലിയ ഓഫീസാണെന്ന് ഇവിടെ പറയുകയുണ്ടായി. അത് സത്യമാണ്. അപ്പോൾ കുന്നംകുളത്തിന് പ്രത്യേകം അനുസരിച്ചിട്ട് ഇതിൻ്റെ ഏത് മേഖലയിൽ എടുത്താലും ആ മേഖലയിൽ നമുക്ക് കയ്യൊപ്പ് പാർത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവിടുത്തെ സംരംഭകരുടെ രക്തത്തിൽ തന്നെ കുന്നംകുളത്തിന്റെ കച്ചവട പെരുമയുടെ വിജയകരമായ ജീനുണ്ടെന്നും സത്യസന്ധമായ വാർത്തകളും പ്രാദേശിക വിശേഷങ്ങളും നൽകുന്നതുകൊണ്ടാണ് CCTV പോലെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ ജനപ്രീതിയോടെ നിലനിൽക്കുന്നതെന്നും KP സാക്സൺ കൂട്ടിച്ചേർത്തു. വളരെ ഡീപ്പായിട്ട് ഡെപ്ത് ഉണ്ട്. ഞാൻ പതിയെ കൂടുതൽ മറിക്കാൻ മലങ്കര ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് പരിശീലനം കൊടുക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് എല്ലാ ഭാഗത്തും എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1 ലക്ഷത്തിൽ പരം വരിക്കാർ ഇപ്പോൾ ഈ മേഖലയിൽ തന്നെ നിൽക്കുന്നു. ഇത് കാണാൻ ഒരുപാട് ആൾക്കാർ വീടുകളിൽ ഈ ചാനലിലും കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ്. സത്യസന്ധമായിട്ടുള്ള ന്യൂസ് കൊടുക്കാനും എന്തുകൊണ്ട് മനസ്സിലായി, ജനങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത് അവരെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ സാരഥികളായ കാരണം സാധിക്കുന്നത്. അത് സാധിക്കില്ല. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ അധ്യക്ഷനായി. കേബിൾ TV ഇൻഡസ്ട്രി ആകെ 30 വർഷത്തെ ചരിത്ര പഴക്കമുള്ളതിന് അങ്ങനെ അതിൻ്റെ ഏതാണ്ട് 24 വർഷക്കാലം ഇതുപോലൊരു കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ കുന്നംകുളത്തിന് പോയിട്ടുള്ളതാണ് ഈ സ്ഥാപനം. ഞങ്ങൾക്കൊരു COA എന്ന് പറയുന്നൊരു സംഘടനയൊക്കെ ഉണ്ട്. ആ സംഘടനയാണ് ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്തത്. ആ സംഘടനയുടെ ഉത്ഭവം തന്നെ സത്യത്തിൽ അതിൻ്റെ ശരിയായ വളർച്ച കൃത്യമായിട്ട് കിട്ടിയത് കുന്നംകുളത്തുനിന്നാണ്. ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ പണ്ട് നമുക്കൊക്കെ പൊതുവേ പറയുന്നൊരു പേരുണ്ടല്ലോ, ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു. ഇന്ത്യയിൽ ഇന്ന് 4ാം സ്ഥാനത്താണ് ഞങ്ങളുടെ ഡിജിറ്റൽ സംവിധാനം ഇന്ത്യയിൽ. അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്ത് ഞങ്ങൾ 7ാം സ്ഥാനത്താണ്. റിലയൻസ് പോലെയുള്ള വമ്പന്മാരാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഞങ്ങൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ഞങ്ങൾ ഇന്ന് ബ്രോഡ്ബാൻഡ് രംഗത്ത് ഇന്ന് 7ാം സ്ഥാനത്താണ്. കെംടെക് അക്വ മാനേജിംഗ് ഡയറക്ടർ സജിത്ത് ചോളയിൽ, മലയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനറൽ മാനേജർ BC സോളമൻ, പ്രൊഫിൻസ് കോളേജ് മാർക്കറ്റിംഗ് ഹെഡ് MC കൃഷ്ണദാസ്, ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി KM അബൂബക്കർ, ജോയിന്റ് സെക്രട്ടറി AA ഹസൻ, എക്സിക്യൂട്ടീവ് അംഗവും കുന്നംകുളം അർബൻ ബാങ്ക് ഡയറക്ടറുമായ KA അസി, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനേഷ് തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ് സ്വാഗതവും ജനറൽ മാനേജർ സിൻഡോ ജോസ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വിവിധ സ്ഥാപന ഉടമകൾക്കു പുറമെ ചേംബർ പ്രതിനിധികളും CCTV ഡയറക്ടർമാരും സംബന്ധിച്ചു. പ്രവാസി കോൺഗ്രസ് മുതുതല മണ്ഡലം പ്രസിഡന്റായിരുന്ന മണികണ്ഠന്റെ കുടുംബത്തിന് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നു. വീടിന്റെ കട്ടിളവെപ്പ് DCC പ്രസിഡന്റ് A തങ്കപ്പൻ നിർവഹിച്ചു.
വാഹനാപകടത്തിൽ മരണപ്പെട്ട പ്രവാസി കോൺഗ്രസ് മുതുകല മണ്ഡലം പ്രസിഡന്റായിരുന്ന മണികണ്ഠന്റെ കുടുംബത്തിനാണ് പ്രവാസി കോൺഗ്രസ് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നത്. മണികണ്ഠന്റെ സുഹൃത്തു കൂടിയായിരുന്ന പ്രകാശൻ സൗജന്യമായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് പുതിയ വീട് നിർമ്മിച്ചു നൽകുന്നത്. വീടിന്റെ കട്ടിളവെപ്പ് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ നിർവഹിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു തണലാകാൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ എല്ലാവരും കൂടി ചേർന്ന് ഒരു വീടൊരുക്കുക എന്നുള്ള ഒരു സംരംഭമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ തറക്കല്ലിടാൻ ആദ്യം ഞാനാണ് വന്നത്. ഇപ്പോൾ കട്ടില വയ്ക്കാനും എന്നെയാണ് അവർ നിയോഗിച്ചത്. ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എത്രയും വേഗം ആ വീട് കൂടി പൂർത്തീകരിച്ച് ആ കുടുംബത്തിന് കൈമാറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആശ്വാസകരമായിട്ട് ആ കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു വാഗ്ദാനവും. 800 ചതുശ്ര അടി വിസ്തീർണത്തിലാണ് വീട് നിർമ്മിക്കുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, റിയാസ് മുക്കോളി, അസീസ് പട്ടാമ്പി, PT മുഹമ്മദ്, മാനു വട്ടോളി, KP ഷാഹിദ്, നൂർ മുഹമ്മദ്, സെയ്ദ് കോടനാട്, കബീർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നത് ഒരു വീടാണ്. ഏതായാലും പ്രിയപ്പെട്ട മണികണ്ഠേട്ടൻ ഈ പ്രസ്ഥാനത്തിനും ഈ നാടിനും വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചു. സ്വന്തമായൊരു വീട് പോലും അദ്ദേഹത്തിന് നിർമ്മിക്കാൻ പറ്റാതെ പോയി. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഇവിടുത്തെ പ്രിയപ്പെട്ട പ്രസ്ഥാന ബന്ധുക്കളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും സന്തോഷമുണ്ട്. വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കട്ടില വെക്കലാണ്. അത് ഇന്നിവിടെ പൂർത്തീകരിച്ചു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് എത്രയും വേഗതയിൽ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ UCC നെറ്റ് ത്രിദിന ക്രാഷ് കോഴ്സ് ആരംഭിച്ചു. പ്രിൻസിപ്പാൾ CD ദിലീപ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ കോഴ്സിൽ പങ്കെടുക്കും. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് അറബി വിഭാഗവും കോളേജ് IQACയും സംയുക്തമായാണ് UGC നെറ്റ് JRF പരീക്ഷയ്ക്കുള്ള ത്രിദിന ക്രാഷ് കോഴ്സ് സംഘടിപ്പിച്ചത്. 2025 ജൂണിൽ നടക്കുന്ന പരീക്ഷയെ അടിസ്ഥാനമാക്കി മാനവിക ഭാഷാ വിഷയങ്ങളിലെ ജനറൽ പേപ്പറിലെ വ്യത്യസ്ത ടോപ്പിക്കിലായിരുന്നു ക്ലാസുകൾ നൽകിയത്. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ CD ദിലീപ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിഗ്രി കഴിഞ്ഞു. ആ സമയത്ത് ഫസ്റ്റായിട്ട് ഈ എക്സാം വന്നു. അന്ന് പറഞ്ഞ പോലെ നമുക്കുള്ള സർവ്വങ്ങളൊന്നുമില്ല. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ കുറവാണ്. ഒരു റൂം അതിൻ്റെ ഫുഡുകൾ 2000 രൂപയായിട്ട് വേണം. 3 മാസം ഞങ്ങൾ 6 റൂം എടുത്തിട്ട് കോച്ചിങ് ഒന്നുമില്ല. എൻ്റെ സുഹൃത്തുണ്ട് നരേഷ് സിംഗ് എന്ന് പറഞ്ഞിട്ട്, പഞ്ചാബിയാണ്. ആളുടെ അമ്മാവനാണ് പ്രിൻസിപ്പൽ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയുള്ളത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട് there is no focus to success. ഒരു ഷോർട്ട്കട്ടില്ല, ഹാർഡ് വർക്ക് മാത്രമല്ല. ഇതിലേക്ക് 4 ദിവസം ഹാർഡ് വർക്ക് മാത്രമാണ് എത്തിച്ചേരുന്നത്. നമ്മൾ വലിയ ആൾക്കാരൊന്നും ആയിട്ടില്ല. എന്നാൽ ഇവിടെ എത്തിച്ചിട്ട് നമ്മൾ ഹാർഡ് വർക്കാണ്. കാരണം ഇത് തന്നെ നെറ്റ് ക്വാളിഫൈ തൊട്ട് വാശിയായിരുന്നു. അത് JRF-ഓടെ ഞങ്ങൾ 6 വർഷം എനിക്ക് മാത്രം JRF ഉണ്ടായിരുന്നു. അത് ടെക്നിക്കൽ ആൻസർ. ഞാനൊരു 1990 ഡിഗ്രി ഫൈനൽ പഠിച്ച സമയത്ത് BS സുവോളജി ആയിരുന്നു. അതൊരു BSR കോച്ചിങ് ആകുമ്പോണ്ടായിരുന്നു. അത് ഫ്രീ ആയിരുന്നു കോച്ചിങ്. ആ ഫ്രീ ആയിട്ട് കോച്ചിങ് ആകുമ്പോൾ 2 ആഴ്ച ശേഷം പിന്നെ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പാസ്സായി. അറബി വകുപ്പ് മേധാവി ഡോക്ടർ A മുഹമ്മദ് ഷാ അധ്യക്ഷനായിരുന്നു. മുൻ മേധാവി ഡോക്ടർ അബ്ദു, ഡോക്ടർ CT ഖാലിദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കോളേജിലും പുറത്തുമുള്ള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും മറ്റുള്ളവരും പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.